ആളൊഴിഞ്ഞ ഒരിടത്ത് അവന്റെ തട്ടിയത്. ചിലപ്പോ ചോര വാർന്ന് തട്ടിപ്പോവാനും മതി. പോണേ പോട്ടെ, ഇവനൊക്കെ ഭൂമിക്ക് വരായിട്ട് ജീവിക്കുന്ന എന്തിനാ? പിന്നെ ആരെങ്കിലുമൊക്കെ നിന്നെ കണ്ടോ? ഇല്ല അച്ഛാ, മാസ്ക് വെച്ച പിള്ളേര് പണിക്കിറങ്ങി. എങ്കിൽ നിങ്ങൾ വിട്ടോ, ഞാൻ ഒന്നൊക്കെ ഇറങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംഗതിയുടെ കിടപ്പൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശരി അച്ഛാ, ഓക്കെ. ഹലോ ലത. എന്തു? എടി, നമ്മുടെ വിഷ്ണു മിസ്സിംഗാ. വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. വൈകുന്നേരം പോയത് അവൻ. മിസ്സിംഗ് ആണെന്നോ? ഇന്ദു, നീ എന്തേ പറയുന്നേ? അതെ, നീ എന്തേലും ഒന്ന് ഉടനെ ചെയ്യ. എനിക്ക് എന്റെ വിഷ്ണുവിനെ വേണം. എന്റെ കയ്യും കാലും ആകെ തളരുക. ഇനി ആ വിക്രമനെങ്ങാനും. ഇന്ദു, നീ ടെൻഷൻ ആവല്ലേ. ഞാൻ എന്റെ ഫോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് അവനെ കണ്ടെത്താം. കുട്ടനാട് മുഴുവനും ഞങ്ങൾ അരിച്ചു പെറുക്കിക്കോളാം. നീ ഫോൺ വെച്ചോ, ഞാൻ ആ SP ഒന്ന് വിളിക്കട്ടെ. ശരി. ഭാഗ്യം, ശിവേട്ടൻ പുറത്തു തന്നെയുണ്ട്. തൽക്കാലം ചേച്ചിയമ്മൊന്നും അറിയണ്ട. ഇന്ദു, നീ ഇവിടെ ഇരിക്കും, ഞാൻ ശിവേട്ടനോടൊന്ന് ചോദിക്കട്ടെ. എന്താടാ, എന്താ കാര്യം? ശിവേട്ട, നമ്മുടെ വിഷ്ണു ഇങ്ങോട്ടേക്ക് എങ്ങാനും വന്നോ? ഇല്ല. എന്താ? അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞതാ. അവനും തിലകമാമയും ഓട്ടോ പിടിച്ചാ വീട്ടിലേക്ക് പോയേ. മാമനെ വീട്ടിലിറക്കിയിട്ട് ആ ഓട്ടോയിൽ തന്നെ പോയതാ അവൻ. എങ്ങോട്ട്? അത് എനിക്ക് അറിഞ്ഞൂടാ ശിവേട്ട. അന്നേരം മുതൽ മാറി മാറി ഞങ്ങൾ ഫോൺ വിളിക്കുന്നതാ, അവൻ എടുക്കുന്നില്ല. ഇനി വല്ല കൂട്ടുകാരനെ കാണാൻ പോയതാണോ? അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മുഴുവൻ ഞാൻ ഫോൺ വിളിച്ചു. അവർക്ക് ആർക്കും ഒരു വിവരവും. ഞാൻ ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ല ശിവേട്ട. നമ്മുടെ വിഷ്ണു ഇങ്ങനെ തളരാതെടാ. ഞാനും വരാം. അവനിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ പോയി വണ്ടിയുടെ കീ എടുത്തിട്ട് വരാം. അതാവുമ്പോ രണ്ടു വഴിക്ക് നോക്കാലോ. നീ പോവാൻ നോക്ക്, ഞാൻ ദേ ഇറങ്ങുന്നു. ശരി ഏട്ടാ. ഇന്ദു, ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, എന്തായാലും ശിവേട്ടൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവ, അവൻ എന്തിനാ വന്നേ? ആരാ ചേച്ചമ്മേ? ദേവൻ, അല്ലാതാരാ? അത് വെറുതെ വന്നതാ. വെറുതെയോ? എന്താ ശിവ, നീ പറയുന്നതൊക്കെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കണം എന്നാണോ? ചേച്ചമ്മേ, അത് എന്തത്? ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക. ഒളിച്ചു ഒളിപ്പിച്ചു ഒക്കെ ചെയ്തു കൂട്ടിയതൊക്കെ പോരാന്നുണ്ടോ നിങ്ങക്ക്? അതിനാണോ ഇപ്പോഴും ഈ ഒളിച്ചുകളി? ശിവ, മറക്കാതെ കാര്യം പറ. ദേവൻ എന്തിനാ വന്നേ? എന്താ പുതിയ പ്രശ്നം? ചേച്ചിയമ്മ കരുതും പോലെ പ്രശ്നമൊന്നുമില്ല. അവനെന്നെ പേഴ്സണലായിട്ടൊന്ന് കാണാൻ വന്നതാ. ചേച്ചിയമ്മ കണ്ട വഴക്കുറയുന്ന മേടിച്ചിട്ടാ അവൻ പുറത്തു തന്നെ നിന്നത്. അല്ലാതെ വേറൊന്നുമില്ല. എടാ പറയടാ, ദേവൻ എന്തിനാ വന്നേ? എന്റെ കണ്ണി നോക്കി നീ എന്തു പറയുന്നു അത് ഞാൻ വിശ്വസിക്കും. എനിക്കറിയാം എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. രണ്ടിന്റെ മുഖഭാവം ഞാൻ കണ്ടു. പറ, എന്താ ഉണ്ടായേ? ശിവ, നോക്കത്താ ദൂരത്താണെങ്കിലും നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാ പോലും ചേച്ചിയമ്മയുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടാവാറുണ്ട്. എന്റെ ഉള്ളിൽ മാത്രമല്ല, എല്ലാ അമ്മമാരുടെ ഉള്ളിൽ ആ വിങ്ങലുണ്ടാവും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളിലൊക്കെ
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവും. ദൈവം മുറ്റത്ത് നിന്ന് സംസാരിക്കുന്ന കണ്ട നിമിഷം മുതല് ദേ ഇപ്പൊ ഈ നിമിഷം വരയ്ക്കും ആ വിറയൽ എന്റെ ഉള്ളിലുണ്ട്. പറയടാ പറയടാ, എന്റെ വിഷ്ണു എവിടെ? ചേച്ചിയമ്മ, നിന്നോട് പറയാനാ പറഞ്ഞേ, എന്റെ കുഞ്ഞെവിടെ? അവനെ കാണാനില്ല ചേച്ചിയമ്മേ. എന്താടാ പറഞ്ഞേ? എന്റെ മോനെ കാണാനില്ലെന്നോ? ശിവ, ദേ എനിക്കെന്റെ കുഞ്ഞിനെ വേണം, എനിക്കെന്റെ വിഷ്ണുവിനെ വേണം. ചേച്ചിയമ്മ ഒന്നടങ്ങ്. അവനൊന്നും സംഭവിച്ചിട്ടില്ല. പുറത്ത് എവിടെയോ പോയതാണ് അവൻ. ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വന്നതാണ് അവൻ. ഞാനൊന്ന് പോയി നോക്കട്ടെ. അതുവരെ ചേച്ചിയമ്മ സമാധാനപ്പെട് പ്ലീസ്. ഗൗരി, നീ ഇതെവിടെ പോവാ? എന്താ കാര്യമെന്ന് പറ. നിക്ക്, ഞാനും വരാം. വേണ്ട, മഹിട്ട് ഇവിടെ ഉണ്ടാവണം. ദേ സൈറ തനിച്ചല്ലേ, കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പറയുന്ന കേക്ക്. ഏയ് ഗൗരി, ഛേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? മോളെ, എന്താ ഉണ്ടായെന്ന് മോൾക്കറിയാമോ? അറിയാമെങ്കിൽ ചേട്ടച്ചനോടൊന്ന് പറ. വിഷ്ണുവിനെ കാണാനില്ലെന്ന്. എന്താ ഞാനീ കേൾക്കുന്നേ? വിഷ്ണുവിനെ കാണാനില്ലെന്നോ? അതെ ചേട്ടച്ച, കുറച്ചു മുമ്പ് ദൈവം വിഷ്ണുവിനെ അന്വേഷിച്ച് വന്നിരുന്നു. അകത്തേക്ക് കേറിയില്ല. മുറ്റത്തുനിന്ന് ശിവേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവം പോയി. അവര് തമ്മിൽ സംസാരിക്കുന്നത് ഇവിടുന്ന് ചേച്ചിയമ്മ കാണുന്നുണ്ടായിരുന്നു. ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെ ശിവേട്ടൻ ഇങ്ങോട്ട് കയറിയത്. ചേച്ചിയമ്മ ഏട്ടനെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിച്ചു. ആദ്യം ശിവേട്ടന് ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. പക്ഷേ ചേച്ചി മോച്ചയിട്ട് ചോദിച്ചപ്പോ ശിവേട്ടന് സത്യം പറയേണ്ടി വന്നു. അപ്പൊ തന്നെ കാറിന്റെ കീയും എടുത്ത് ശിവേട്ടൻ പോയി. ഇപ്പൊ ചേച്ചിയമ്മ. ഈശ്വര, എന്റെ കുഞ്ഞ്. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. വീട്ടിൽ നിന്ന് പോയതി പിന്നെ വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന ശിവേട്ടൻ പറഞ്ഞത്. ദൈവമേ, ഇങ്ങനെയിട്ട് പരീക്ഷിക്കാതെ ഞങ്ങളെ കൊന്നുകൂടെ? എന്റെ കുഞ്ഞിനൊരാപത്തും വരില്ലേ? ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവിടെ നടക്കുന്നത്. ഏയ്, മോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. ഞാൻ ദേവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ദേവാ, നീ എവിടെയാ? അവൻ എന്താടാ പറ്റിയത്? ശിവനും ഗൗരിയും പോന്നിട്ടുണ്ട്. നീ ഒന്ന് ഇവിടം വരെ വാ, ഞാനും വരാം. ഇവിടെ നിന്നിട്ട് മനസമാധാനം കിട്ടുന്നില്ലടാ. ആ ലതയെ വിളിച്ച് നിങ്ങൾക്കൊന്നും പറയായിരുന്നില്ലേ? ശരി മോനെ, അവനെ കണ്ടാലുടനെ എന്നെ വിളിക്കണേ. ആ ശിവൻ എന്നെ തല്ലി സാറേ. തല്ലിന്ന് മാത്രമല്ല, ജോലിന്നും പിരിച്ചു വിട്ടു. സാറെന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കാനോ? ഞാനെന്തിനാണ് നിന്നെ രക്ഷിക്കുന്നത്? നിൽക്കാതെ കടന്നു പോവാൻ നോക്ക് വിനയ. സാറേ, സാറിന്റെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ KPയിൽ ജോലിക്ക് കയറുന്നത്. സാറിന് വേണ്ടിയല്ലേ ഞാൻ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തിയത്. സാറിന്റെ നിർദ്ദേശപ്രകാരമല്ലേ ശിവനെ മഹിരയെ ഞാൻ തമ്മിൽ അടുപ്പിച്ചത്. എന്നിട്ടും എന്നെ കൈവിട്ടാൽ എങ്ങനെയാ സാറേ? എടാ വിനയ, നിന്നെ കൊണ്ടുള്ള എന്റെ ആവശ്യം കഴിഞ്ഞു. എടാ, ഈ കരിവേപ്പിലൊക്കെ താളിക്കാൻ എടുക്കാറുള്ളൂ. നീ പോവാൻ നോക്കുവാനെ. പോ. ഓഹോ, അപ്പോ എല്ലാവരും കൂടി ചേർന്ന് എന്റെ ജീവിതം ഗതിമുട്ടിച്ചല്ലേ? കാണിച്ചു തരാം ഞാൻ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്.
കൊരക്കുന്നോടാ. വിക്രമന് വരട്ടാൻ മാത്രം നീ വളർന്നോടാ. കെട്ടും കിടക്കിയെടുത്ത് ഇന്ന് തന്നെ ഈ കുട്ടനാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ നിന്നെ കൊന്ന് ഞാൻ ഈ കായലിൽ തള്ളും. കേട്ടോടാ പന്നെ. ഓടാ ഓടാ. അവനാണ് വിക്രമനെ കളി പഠിപ്പിക്കാൻ വരണത്. പീറ. മോളെ, നീ ഇതെവിടെ പോന്നു? എനിക്ക് പോവാനും ഒരിടമുണ്ടല്ലോ ചേട്ടച്ച. അങ്ങോട്ട് തന്നെ മടങ്ങുക ഞാൻ. അവിടെ ആവുമ്പോ എന്നെ ഓർത്ത് വേദനിക്കാനും എനിക്ക് വേദനിപ്പിക്കാനും ആരും ഉണ്ടാവില്ലല്ലോ. എന്നെ അപേക്ഷിച്ച് കൂടുതൽ കംഫർട്ട് അവിടെയാ. മോളെ, നീ ഒരിടത്തും പോകുന്നില്ല, അതും ഈ രാത്രിയില്. ബാഗുമായി മോള് മുറിയിലേക്ക് പോ. ഈ ചേട്ടച്ചൻ പറയുന്ന കേക്ക്. ഇവിടുത്തെ സാഹചര്യങ്ങൾ മോൾക്കറിയാലോ. ആകെ ഒരു സമാധാനം കേട്ടില്ല ഞാൻ. അതറിയാവുന്നോണ്ടാ ഞാൻ പോകുന്നേ. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ വന്നേ. ഇപ്പൊ ഇവിടെ ഉള്ളവര്, ശിവേട്ടൻ പോലും ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഞാൻ കാരണ. ആർക്കും ഒരു ബുദ്ധിമുട്ടാവാതെ ജീവിക്കാനേ എനിക്കിഷ്ടം. ദയവ് ചെയ്ത് എന്നെ തടയരുത്. പാവം വിഷ്ണുവിനൊന്നും സംഭവിക്കരുതെന്ന എന്റെ പ്രാർത്ഥന. അവനൊന്നും സംഭവിക്കില്ല മോളെ. എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെ. അതോർത്ത് നീ പോകണ്ട. എല്ലാം ഓർക്കേണ്ടവർ ഓർത്തല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെ ഓർക്കാൻ ഒടുക്കം ആരും ഉണ്ടാവില്ല. ശരിക്കും ഇങ്ങോട്ട് വരരുതായിരുന്നെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. മോളെ, എന്തു പറഞ്ഞാലും നിന്നെ ഞാൻ വിടില്ല. അങ്ങനെ പോണെങ്കിൽ ശിവനും ഗൗരിയും വന്ന ശേഷം ആവാം. നീ കേട്ടതല്ലേ ഗൗരി നിന്നെ നോക്കാൻ എന്നെ പറഞ്ഞേൽപ്പിച്ചത്. അവള് വരട്ടെ, എന്നിട്ട് പോവാം. ഞാൻ കൊണ്ടാക്കുകയും ചെയ്യാം. അവരോടൊക്കെ ചേട്ടച്ചൻ തന്നെ പറഞ്ഞാ മതി. മാത്രമല്ല, ആരുടെ അനുവാദത്തോടു കൂടിയല്ലല്ലോ ഞാനിവിടെ വന്നത്. അപ്പൊ പിന്നെ അനുവാദം കേട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. മോളാ പറഞ്ഞ ശരിയല്ല. ഒരുപക്ഷെ നിന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാവാം. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. മോളെ, ഈ മുറ്റം വരെ ആരോടും അനുവാദം ചോദിക്കാതെയാ നീ വന്നത്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഈ വീടിനകത്തേക്ക് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയാ നീ കയറിയത്. അപ്പോ പിന്നെ അവരുടെ കൂടി അനുവാദം ഇല്ലാതെ പോകുന്നതില് എവിടെ ശരിയുള്ളത്? ശരിയും ശരികേടൊക്കെ നോക്കി എല്ലാ സന്ദർഭങ്ങളിലും പെരുമാറാൻ നമുക്ക് കഴിയുമോ ചേട്ടച്ച? എന്തുകൊണ്ട് കഴിയില്ല? ഏതവസ്ഥയിലും ശരിയും ശരികേടും തിരിച്ചറിഞ്ഞ് തന്നെ പെരുമാറണം മോളെ. എന്തായാലും ഈ രാത്രിയിൽ നീ പോണ്ട. രാത്രിയാണോ ചേട്ടച്ചൻ ഭയക്കുന്നത്? ആണെങ്കി എന്റെ കാര്യത്തിൽ ആ ഭയം വേണ്ടല്ലോ. കാരണം ഇതിനേക്കാളും ഇരുട്ട് പിടിച്ച എത്രയോ രാത്രികളിലൂടെ ഞാൻ കടന്നു പോയിരിക്കുന്നു. സത്യം പറഞ്ഞ പകലുകളെ എനിക്ക് പേടി. രാത്രികൾ ഇതുവരെ എന്നെ ഉപദ്രവിച്ചിട്ടുമില്ല, ചതിച്ചിട്ടുമില്ല. എന്റെ ജീവിതമോ നശിച്ചു എന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി ഞാനായിട്ട് നശിപ്പിക്കുന്ന എന്തിനാ ചേട്ടച്ച? എന്നെ ഇങ്ങോട്ടെങ്കിലും ഒന്ന് വെറുതെ വിട് പ്ലീസ്. ഞാൻ പോയിക്കോട്ടെ. മോൾ കരയാതെ. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വേദന എന്റെ നെഞ്ചിലുണ്ട്. ഇനിയും താങ്ങാൻ എനിക്ക് വയ്യ. നിന്റെ ജീവിതം നശിച്ചെന്ന് നീ തന്നെ വിധി എഴുതിയാലോ മോളെ. മോൾ കരയാതെ. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വേദന എന്റെ നെഞ്ചിലുണ്ട്. ഇനിയും താങ്ങാൻ എനിക്ക് വയ്യ.
നിന്റെ ജീവിതം നശിച്ചെന്ന് നീ തന്നെ വിധി എഴുതിയാലോ മോളെ. നിന്റെ ജീവിതം നശിച്ചിട്ടില്ല. നീ ആരുടെ ജീവിതം നശിപ്പിക്കാനും പോകുന്നില്ല. തൽക്കാലം മോളകത്തു പോ. ഞാൻ കാരണം ഇനി അങ്ങോട്ട് പലരുടെയും ജീവിതം നശിക്കും ചേട്ടച്ച. ഞാനിവിടെ നിന്നാ മഹിതയുടെ ജീവിതം നശിക്കില്ലേ? അവളെ കാത്തിരിക്കുന്ന ശിവേട്ടന്റെ ജീവിതം നശിക്കില്ലേ? അവരൊന്നായി തീരുവെന്ന് വാക്ക് കൊടുത്ത ചേച്ചിയമ്മയുടെ ജീവിതവും നശിക്കില്ലേ? വയ്യ. ഞാൻ കാരണം ഇനി ആരും നശിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. നീ പറയുന്ന പോലെ ഒന്നടങ്കം നശിക്കാൻ ഇവിടെ ആരും മഹിതയെ സ്നേഹിക്കുന്നില്ല. ഈ പറയുന്ന ശിവൻ പോലും ഗതികേട് കൊണ്ടും ശിവന്റെ അതിബുദ്ധി കൊണ്ടും മാത്രം ചുമക്കേണ്ടി വന്ന ഭാരോ മഹിത. അല്ലാതെ ആർക്ക് വേണോ അവളെ? സത്യത്തിൽ നശിക്കാൻ പോകുന്നത് അവള് കാരണോ? പിന്നെ മഹിതയുടെ ജീവിതം നശിക്കുമെന്ന പേടിയുണ്ടെങ്കിൽ അത് വേണ്ട. മാളിയേക്കൽ വിക്രമൻ മധുരം തൊട്ടുകൊടുത്ത നിമിഷം തന്നെ നശിച്ച ജീവിതം അവളുടേത്. ഒക്കെ നേരായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ, ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മഹിത ഉണ്ടാവുക ദാ ആ കാണുന്ന ശിവേട്ടന്റെ മുറിയിലായിരിക്കും. വിധി മാറ്റിമറിച്ചതിൽ ഞാനും ഒരു പങ്കുകാരിയാ. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. മോളെ, മോളുടെ ബാപ്പയുടെ സ്ഥാനത്ത് നിന്ന ചേട്ടച്ചൻ പറയുന്നേ. ചേട്ടച്ചന്റെ സ്ഥാനത്ത് എന്റെ ബാപ്പയായിരുന്നെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നെ തടയില്ലായിരുന്നു. ഹലോ, സതീഷ് അല്ലേ? ഞാൻ വിഷ്ണുവിന്റെ ബ്രദറാണ്, ശിവൻ. എടാ, വിഷ്ണു അങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? ഓഹ്, ഇല്ലേ. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതാ നിന്നെ വിളിച്ചത്. ഓക്കേടാ. ഹലോ ഹലോ. അപ്പോഴേക്കും കട്ട് ചെയ്തു.
ലത എന്തായി? ലത എന്തായി? ഒന്നുമില്ല. ഇവിടെ വയർലെസ് മെസ്സേജിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി. അവിടെ ആ ലെവൽ ക്രോസിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഒരാളെ കണ്ടു. പേടിക്കണ്ട, മുറിവുകളുണ്ട്. പക്ഷേ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആളെ അൺകോൺഷ്യസാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുമെന്നാ പറഞ്ഞത്. ലത ഏതാ ഹോസ്പിറ്റലാ? ഇന്ദു എന്താ? ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാ. ശരി, ഞങ്ങളിപ്പോ അങ്ങോട്ട് എത്താം. ഓക്കെ, ഞാനും ഓൺ ദ വേയാ. ദേവേട്ടാ, നമുക്ക് പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോണം. എന്താന്ന് പറ. ലേത എന്താ പറഞ്ഞേ? ഒന്നുമില്ല, അത് നമ്മുടെ വിഷ്ണു ആവില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഇന്ദു, നീ എന്താ കാര്യം ഒന്ന് പറ. എന്താ ഉണ്ടായേ? ലെവൽ ക്രോസിനടുത്തുള്ള ട്രാക്കില് ഒരാളെ അബോധാവസ്ഥയിൽ കണ്ടു. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. ആളാരാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞ. പിന്നെ എന്തിനാ അത് നിന്നോട് വിളിച്ചു പറയുന്നേ? ഈശ്വര, വിഷ്ണുവിനെ നീ കാത്തോണേ. ദേവേട്ടാ, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. പോലീസല്ലേ, അവർക്ക് ആ വഴിക്കല്ലേ സംശയിക്കാൻ കഴിയൂ. ഒന്നും സംഭവിക്കില്ല. ദേവേട്ടൊന്ന് വേഗം വണ്ടി എടുക്ക. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം.